മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കുട്ടിക്കളിയായിരുന്നു. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ് കേട്ടോ. തികച്ചും മതവിശ്വാസികളായ ആൾക്കാർക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം, അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എല്ലാ ഉത്സവങ്ങളെക്കാളും തികച്ചും വ്യത്യസ്തമാണ് ഹിമാചൽ ഉത്സവാഘോഷം. പരമ്പരാഗതമായിട്ടുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവർ ദേവന്മാരെയും ദേവതമാരെയും എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. ഹിമാചലിലുള്ള എല്ലാവരും തന്നെ തികച്ചും ഹിന്ദു മതവിശ്വാസികളാണ് കേട്ടോ. ഓരോ അമ്പലങ്ങളിലെയും പ്രതിഷ്ഠയായ ദേവന്മാരെയും ദേവതമാരെയും ഇവർ ചുമലിലാണ്ട് വഹിച്ചുകൊണ്ട് പോകുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ഈസി ആയിട്ട് തോന്നും. എങ്കിലും ഇത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രഥങ്ങൾക്ക് നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെയല്ല. ഇത് മാത്രമല്ല, ഇത് നിലത്ത് വീഴാതെ പിടിക്കേണ്ടതും അത് പിടിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. പൊതുവെ പുരുഷന്മാരാണ് കേട്ടോ ഈ രഥങ്ങളെല്ലാം ചുവക്കുന്നതും ഇത് ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം. ഗ്രാമത്തിലെ എല്ലാ ആൺസന്തതികളും ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് പൊതുവായിട്ടുള്ള കാര്യമാണ്. കാടെന്നോ മലയെന്നോ ഇല്ലാതെ ഈ രഥവും ചുമന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. അതിൻ്റെ പിറകിൽ നല്ല പ്രയാസമുണ്ട്. ഈ ഗ്രാമത്തിലെ ആളുകൾ ദേവതയെ അനുഗമിക്കുന്ന വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുല്ലു ദശഹര പോലുള്ള മഹാ ഉത്സവങ്ങൾ സംഭവിക്കുമ്പോൾ ഹിമാചലിലുള്ള എല്ലാ വില്ലേജുകളിൽ നിന്നും ദേവതമാരെയും ദേവന്മാരെയും വഹിച്ചുള്ള രഥങ്ങൾ കുല്ലുവിൽ എത്തിച്ചേരുന്നതാണ്. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ ഉത്സവമായ കുല്ലു ദശഹരയുടെ ചില പ്രസക്തമായ ഭാഗങ്ങളും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ രഥം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ദേവീദേവന്മാർ അവരുടെ രൗദ്രഭാവം പൂണ്ടു കഴിഞ്ഞാൽ ഈ രഥം ഹാൻഡിൽ ചെയ്യുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞുള്ള അറിവ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ മണാലി അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ.